ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് അമർന്ന സംസ്ഥാനം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സുരേഷ് ഗോപിയും കെ.സി. വേണുഗോപാലും രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പത്രിക നൽകും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലുള്ള അവസാന ദിവസമാണെന്ന് ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയുമുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ. എത്രത്തോളം പത്രികകൾ ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു? അമ്പനി സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെയും ഇന്ന് എല്ലാ സ്ഥാനാർത്ഥികളും ഏറെക്കുറെ ഒരു 80% സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. 153 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തിന്റെ 20 മണ്ഡലങ്ങളിലുമായി നാമനിർദ്ദേശ പത്രിക ഇതിനോടകം സമർപ്പിച്ചു കഴിഞ്ഞത്. ഇന്ന് അവസാന ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഇന്ന് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് അവസാന ദിവസമാണ് നാമനിർദ്ദേശ പത്രിക പ്രമുഖ സ്ഥാനാർത്ഥികൾ പലരും സമർപ്പിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. കാസർഗോഡ് ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ. സുരേന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അങ്ങനെ ഏറെക്കുറെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇവരൊക്കെ തന്നെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ പേരൂർക്കടയിൽ നിന്ന് തന്നെ അതായത് രാവിലെ 11 മണിയോടുകൂടിയാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. രാവിലെ 9:30 തന്നെ പേരൂർക്കടയിൽ നിന്ന് വലിയ റോഡ് ഷോ സംഘടിപ്പിച്ച് ആ റോഡ് ഷോയും പ്രകടനവുമായാണ് കളക്ടറേറ്റിലെത്തി കുടപ്പനക്കുന്നിലെ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നമുക്കറിയാം ബി.ജെ.പിയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് ബി.ജെ.പി 2ാം സ്ഥാനം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയും മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഇന്നലെ ശശി തരൂരായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിന് തൊട്ടു മുന്നുള്ള ദിവസം മന്യ രവീന്ദ്രൻ സമർപ്പിച്ചിരുന്നു. ലാസ്റ്റ് ദിവസമായി ഇന്ന് രാജീവ് ചന്ദ്രശേഖരുടെ വലിയ റോഡ് ഷോ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രതീക്ഷയുള്ള ബി.ജെ.പിയുടെ മണ്ഡലമായ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് വയനാട് കെ. സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഈ രീതിയിൽ ഇന്ന് പ്രമുഖരൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി പത്രികാ സമർപ്പണത്തിന്റെ ആ നാളെ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. നാളെ സൂക്ഷ്മ പരിശോധന ഈ പത്രികയുടെയൊക്കെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 8 അവസാനിക്കുകയാണ്. ഇതോടുകൂടി സൂക്ഷ്മ പരിശോധന നാളെ ആരംഭിക്കുന്നതോടുകൂടിയും അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിക്കുന്നതോടുകൂടിയും പിന്നെ തെരഞ്ഞെടുപ്പ് അംഗത്തട്ടിലേക്ക് കച്ച മുറുക്കി ഇറങ്ങുന്ന മുന്നണി നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ദിനങ്ങളായിരിക്കും ഇനി നമുക്ക് കാണാൻ കഴിയുക. ഏപ്രിൽ 26 വോട്ടെടുപ്പ് പോളിംഗ് ദിനത്തിൽ അന്തിമ ജനവിധി തീരുമാനിക്കുന്ന ദിവസം വരെയും ഉള്ള വലിയ രീതിയിലുള്ള പ്രചാരണവും മത്സര ചൂടി തന്നെയായിരിക്കും സംസ്ഥാനത്ത് രാഷ്ട്രീയ കേരളം. അതോടൊപ്പം തന്നെയും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പ്രചാരണം വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവൊക്കെ പ്രത്യേകിച്ച് ബി.ജെ.പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ ദേശീയ നേതാക്കളുടെയൊക്കെ വരവ് ഇനി മുതൽ കേരളത്തിൽ കൃത്യമായി തന്നെ നടക്കും. അത് കോൺഗ്രസിന്റെ ആയാൽ തന്നെയും ഒപ്പം തന്നെ ഇന്നൊരു പ്രധാന ദേശീയ നേതാവ് തലസ്ഥാനത്തെത്തുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തലസ്ഥാനത്തെത്തുന്നു. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരുടെ നാമനിർദ്ദേശ പത്രിക ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി. പക്ഷേ ഇന്നു മുതലാണ് അദ്ദേഹം പൊതു ജനങ്ങളെ കാണാനായി ഇറങ്ങുന്നു. ഇന്ന് രാവിലെ 9:30 റോഡ് ഷോ രാജീവ് ചന്ദ്രശേഖരുടെ റോഡ് ഷോ നടക്കുമ്പോൾ വിദേശകാര്യമന്ത്രി ജയശങ്കറുടെ സാന്നിധ്യത്തിലായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രികൾക്ക് സമർപ്പിക്കുന്നത് വിദേശകാര്യമന്ത്രിക്കൊപ്പം നിലയ്ക്ക്. അങ്ങനെ ബി.ജെ.പി ഏറ്റവും സാധ്യത അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളായ തിരുവനന്തപുരം, തൃശ്ശൂർ, അതോടൊപ്പം സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാട് ഇവിടെയൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിൻ്റെതായ പ്രാധാന്യം ബി.ജെ.പി കൽപ്പിക്കുന്നതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നത്തെ പ്രചാരണത്തിലൊക്കെ തന്നെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഒരു സാന്നിധ്യം ഇതൊക്കെ തന്നെയും ബി.ജെ.പി വലിയ രീതിയിൽ നൽകുന്ന ഒരു സൂചന. ദേശീയ നേതാക്കളടക്കം വലിയ രീതിയിൽ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്ക് കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ പ്രചാരണ പരിപാടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെയും കോൺഗ്രസിന്റെയും ദേശീയ നേതാക്കളടക്കം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
അങ്ങനെ ഇനി ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ ബഹളവും അതോടൊപ്പം തന്നെ പ്രചാരണത്തിന് മത്സരവും വലിയ ശക്തമായ പോരാട്ട ചൂടിലേക്കാകും ഇനിയുള്ള ദിവസങ്ങളിൽ, ഈ ചുരുക്കം ദിവസങ്ങളിൽ കേരളം സാക്ഷിയാവുക. അബ്ദുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കടക്കുകയാണ്. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം ഇനിയും പത്രിക സമർപ്പിക്കാനുണ്ട്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ, തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇന്ന് പത്രിക നൽകും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതോടുകൂടി ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്കായിരിക്കും സംസ്ഥാനം കടക്കുക. ദേശീയ നേതാക്കൾ അടക്കം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കെത്തും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിൽ ഡിസൂസ.